എന്ത് വന്നാലും സമസ്ത എന്താ അതിനെപ്പറ്റി പറയാത്ത അതിനെപ്പറ്റി? അത് പറയേണ്ടത് പറയും, ആലോചിച്ചു പറയും. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ധൃതിയിലൊരു സംഗതിനെ പറ്റി പറയാം. എന്തിനായി പോയി കൂടാൻ നിൽക്കണമെന്നാ ചോദിക്കണത്? അതിന് തന്നെ ഈ പോയി കൂടണ്ടല്ലോ ഇജാതി കള്ളന്മാരൊപ്പം. എന്നിട്ട് പറയാം എന്താ സമസ്ത പറയാത്ത? സമസ്ത പറഞ്ഞില്ലേ തെരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കലാണ്. അതാ തെരീഖത്ത്. അത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നത്. അത് തെരീഖത്ത് എന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടില്ല. അറിയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നബിന്റെ കാലഘട്ടത്തിന് ശേഷം പലരും ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി. അപ്പൊ തെരീഖത്ത് എന്നുള്ള പേരിൽ മഹാന്മാരാവുന്ന മശായിഖന്മാർ അതിന് രൂപം നൽകി. അത്രേ ഉള്ളൂ. അത് റസൂൽ അങ്ങനെയല്ല നടത്തിയത്. സഹാബത്തിന്റെ ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി നടത്തി. സഹാബത്ത് താബീങ്ങളെ ശരിയായ റൂട്ടിൽ കൂടി നടത്തി. അതാണ് തെരീഖത്ത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു എന്ന് പറഞ്ഞ് വച്ചിമ്പിളി ഉണ്ടാക്കുക. അത്ഭുതം കാണിക്കാൻ വലിയ ആവണ്ടടോ. അത്ഭുതം കാണിക്കാൻ തന്നെ കള്ളന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് അത്. പിന്നെ അതിന്റെ അഭ്യാസങ്ങൾ പഠിക്കുക, ശൈത്താനെ സേവിക്കുക, എന്നാലൊക്കെ ചെയ്യും. മുമ്പ് ഇബ്നു അറബി തങ്ങളുടെ കാലത്ത് ഒരുത്തൻ ആകാശം കൂടി പറന്നേല, ഒരു ബ്രാഹ്മണൻ. അപ്പൊ ഇബ്നു അറബി തങ്ങളോട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഓനെന്താ പറന്നിക്കണ്, നിങ്ങളും പറക്കണ, എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പൊ അത് അവൻ പറഞ്ഞു. ഇബ്നു അറബി തങ്ങളും അങ്ങനെ പറക്കും. പക്ഷെ രണ്ടാളെ പറക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാളെ പറക്കലിനെ അതിനെ പിന്നെ പരാജയപ്പെടുത്താൻ ആർക്കാണോ കഴിയണത് അവൻ അത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമാവുന്ന സഹായം കൊണ്ടായിരിക്കും. അപ്പൊ അവന് അതാണ് മുഅ്ജിസത്തിന്റെ മുന്നിൽ എല്ലാം പരാജയപ്പെട്ടു. ഇത് കണ്ടില്ലേ, മൂസ നബി വടിയിട്ടില്ലേ, മറ്റേ വടിയൊക്കെ പിടിച്ചു കഴിഞ്ഞില്ലേ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാവിന്റെ കറാമത്ത്. അസ്സലാമു അലൈക്കും. ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇത്രയും ഇവിടെ പറയുന്ന കാര്യങ്ങള് ഇത് നൂറ ഹബീബ് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമായിരുന്നു. സമസ്ത അദ്ദേഹത്തെ അനുകൂലിക്കുന്നില്ല, ആ വേദികളിൽ സമസ്തയുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാർ പങ്കെടുക്കരുത് എന്നൊക്കെയുള്ള ആ ഒരു ഫത്വ പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു നിലപാട് വന്ന ആ ഒരു സമയത്തുള്ള ഒരു പ്രഭാഷണമാണ്. എന്നാൽ അതിന് ചുവട്ടിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന നൂറെ ഹബീബ് മജ്ലിസ് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകാരനുമായി ചേർന്നുകൊണ്ട് ഒരു മദ്രസ ഉദ്ഘാടനത്തിന് പോകുന്ന വീഡിയോ മറ്റുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ചില കാര്യങ്ങൾക്ക് സമസ്ത ഫത്വ പറയേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ പറയുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാമിലുള്ള കാര്യമാണ് എന്നുള്ളതിന് ഇവർക്ക് ഇവരുടെ നിലപാടുകളോ ഇവരുടെ അഭിപ്രായങ്ങളോ അല്ല പറയാനുള്ളത്. ഇസ്ലാം എന്ത് ഈ വീക്ഷണത്തിൽ പറഞ്ഞു, എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്നുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആനാണ്, സ്വയ ഹദീസാണ്, അല്ലേ, ആസാറ് സ്വഹാബയാണ്. 1400 കൊല്ലം മുമ്പ് തന്നെ പൂർത്തീകരിച്ച ഈ മതത്തിൽ പിന്നെ ഒരു കാര്യം വരികയും ആ കാര്യം പിന്നീട് ഇവര് നിലപാട് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇസ്ലാമിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നാം കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ നിഫാസ് കുളി, ഒന്നുണ്ടാക്കൽ, നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മതത്തെ ലഘൂകരിച്ച് അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിലേക്ക് മാത്രം മതത്തെ കൊണ്ടെത്തിക്കുമ്പോൾ ഷഹാദത്ത് കലിമയും ഷഹാദത്ത് കലിമയുടെ ഫർളുകളും ഷഹാദത്ത് കലിമയുടെ ഷർത്തുകളും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ പോകുന്ന വിഭാഗങ്ങൾ, അത് ഒന്നല്ല ഒക്കെ ആ ഒരു ലെവലിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാം അല്ലാത്തത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്, ആകാശത്തു കൂടെ പറക്കാൻ കഴിയുന്ന ആളുകൾ കള്ളന്മാരിലുണ്ടാവാമെന്നാണ്. അത്രേ ഉള്ളൂ. ഈ അത്ഭുത സിദ്ധികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, ശൈത്താനെ സേവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ പലതും നമ്മുടെ കണ്ണിന് മുൻപിൽ കാണിക്കാൻ കഴിയും. അതിനൊന്നും യാഥാർത്ഥ്യം ഉണ്ടാവില്ല. നമ്മളെ പലതും അവർക്ക് തോന്നിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം. ഇസ്ലാം എന്താണ്, ഇസ്ലാം അല്ലാത്തത് എന്താണ് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സൂത്രം, അത് സൂത്രമൊന്നുമല്ല, ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അത് ഫൈസൽ മൗലവി വിശദീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക, പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ പറയുവാനുള്ളത്. ഫൈസൽ മൗലവിയുടെ ആ ഒരു വീഡിയോയിലേക്ക്. നമ്മളെന്താ ചെയ്യുക, സാധാരണക്കാർ നമ്മളെന്താ ചെയ്യാം? ബലമായ കേട്ടാ അത് ശരിയാ തോന്നും, മറ്റൊരു കേട്ടാലോ ബല് തീവ്രവാദിയ, ബല് പുത്തംവാദിയ, ബല് വഹാബിയ, പ്രേക്ഷത, മിണ്ടാൻ പോലും പാടില്ല, സലാം ചെല്ലാൻ പോലും പാടില്ല എന്നാ പറയാം. എന്താ നമ്മൾ ചെയ്യാന്ന്? എളുപ്പമുള്ള പണി ഞാൻ പറഞ്ഞുതരാം. ഇതിലൊക്കെ കൃത്യമായി തീരുമാനം കിട്ടാൻ 5 മിനിറ്റ് കൊണ്ടെല്ലാം തീരുമാനമാക്കുക. 5 മിനിറ്റ്, ഏറൊന്നും വേണ്ട.
5 മിനിറ്റ് എളുപ്പപ്പണി. ഒരു വെള്ള പേപ്പർ എടുക്കുക. ഒരു വെള്ള പേപ്പർ നമ്മൾ ദീനായി ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആ വെള്ള പേപ്പറിൽ എഴുതുക. കംപ്ലീറ്റ്. രാവിലെ ഉറക്കുന്ന എണീക്കുമ്പോ ആദ്യമായി ചെയ്യുന്ന പ്രാർത്ഥന മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോ അവസാനം ചൊല്ലുന്ന പ്രാർത്ഥന വരെ ദീനായി എന്തൊക്കെ ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു വെള്ള പേപ്പറിൽ എഴുതുക. അപ്പൊ ഇത് രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിയിട്ടാണല്ലോ നമ്മൾ ദിവസം ആരംഭിക്കരുത്. എഴുതി വെക്കരുത്. അത് കഴിഞ്ഞ് എണീറ്റ് കണ്ണും തിരുമ്പി പോയി ബ്രഷും പേസ്റ്റ് കൊടുത്ത് ബാത്റൂമിൽ കണ്ട് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എഴുതി വെക്കുക. അങ്ങനെ ഓരോന്നും ഒന്നു ചെയ്യുന്നു. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനകള്, പുറത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥനകള്, അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങനെ പള്ളി ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളി ചെന്നാൽ ചെയ്യുന്ന ചെയ്തികൾ കംപ്ലീറ്റ് ആണ് എഴുതുക. എല്ലാം എന്തെല്ലാം നമ്മൾ ദീനായി ചെയ്യുന്നുവോ അത് മുഴുവനുമാണ് എഴുതുക. അപ്പൊ സുബഹിസ്കാരം, ളുഹ്റുസ്കാരം, അസ്ർ, മഗ്രിബ്, ഇശാ ഒക്കെ വരും. സുന്നത്തുകൾ വരും. അതേപോലെ ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന പലതും വരും. അപ്പൊ ഇശാമി ഹദ്ദാദ് ഉണ്ട്, അത് എഴുതി വെക്കുക. കുത്തുബിയത്ത് ഉണ്ട്, അത് എഴുതി വെക്കുക. റാത്തീബ് ഉണ്ട്, അത് എഴുതി വെക്കുക. അതേപോലെ ബുർദബൈത്ത് ഉണ്ട്, അത് എഴുതി വെക്കുക. ഇങ്ങനെ എന്തെല്ലാം ദീനായി ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു പേപ്പറിൽ എഴുതുക. ഇന്നലെ ഉസ്താദെ ഞാൻ ഇസ്ലാമിന്റെ ഭാഗമായി ചെയ്യണ കാര്യം ഇതൊക്കെ. ഈ കാര്യങ്ങളുടെ പഴക്കം എത്രയാണ് നിങ്ങളൊന്ന് എഴുതി തരുന്നറിയാം. ഈ എഴുതിയ സംഗതികളുടെ ഓരോന്നിന്റെയും പഴക്കം എത്ര എന്ന് നിങ്ങൾ എഴുതിത്തരണം. ഇതൊക്കെ ദീനാണെങ്കിൽ ഉസ്താദിന് ഒരു 1/2 മിനിറ്റ് മതി ഉത്തരം എഴുതാൻ. 1/2 മിനിറ്റ്. ആ പേപ്പറിന്റെ വാങ്ങ, ഒറ്റ എഴുത്ത് 1400. ഖലാസ്. പിന്നെ ബേജാറാണ്ട, ഒക്കെ ശരിയാണ്. ഉസ്താദ് ഇങ്ങനെ വായിച്ചു പോയടാ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാനൊക്കെ നോക്കി എഴുതിയേക്കാന്ന്. അപ്പൊ മനസ്സിലാക്കുക എന്തോ സംതിങ് ഉണ്ട്, എന്തോന്നുണ്ട്. എന്നിട്ട് ഉസ്താദ് എഴുതി തന്നാ നമ്മളിങ്ങനെ വായിച്ചു നോക്കുക. അപ്പൊ കാണാ നമ്മള് ഫസ്റ്റ് എഴുതിയ എന്താ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അതിന് നേരെ ഉസ്താദ് എഴുതിയേക്കും 1400. എന്താ അർത്ഥം? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ശരി, ടിക്കിട്ടു, ദീനാണ്, സംശയമൊന്നുമില്ല. ബാത്റൂമിൽ കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഉസ്താദ് എഴുതും 1400. കറക്റ്റാണ്, ചൊല്ലിക്കോ, ബേജാറില്ല. സുബഹി നിസ്കാരം ഉസ്താദെ 2 റക്അത്ത് നിസ്കരിക്കുക എഴുതിയിട്ടുണ്ടാവും. ശരി, 1400 പഴക്കണ്ട്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. അവിടെ ഉസ്താദ് എഴുതും 1400. അങ്ങനെ 1400 എഴുതിയൊക്കെ എടുക്കുക. അതിങ്ങനെ എഴുതി ഇങ്ങനെ കീഴ്പ്പെട്ട് പോരുമ്പോ അവിടെ കാണാ കുത്തുബിയ്യത്ത്. അവിടെ ഉസ്താദ് എഴുതും 300. സത്യം പറഞ്ഞ ഉസ്താദാണെങ്കിൽ ഉസ്താദ് എഴുതും കുത്തുബിയ്യത്തിന് നേരെ 300. ഉസ്താദത്തിന് 300. അതാ 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് കീഴക്കരയിലെ സദഖത്തുല്ലാഹിൽ കാഹിരി എന്നൊരു ഉസ്താദ് ഉണ്ടാക്കിയ കുത്തുബിയ്യത്ത്. വിട്ട ഉസ്താദ് വേണ്ട, അത് വേണ്ട. 1400 കൊല്ലം പഴക്കല് മദീൻ, അല്ലാത്ത വേണ്ട. അപ്പൊ കുത്തുബിയ്യത്ത് 400 കൊല്ലം, 300 കൊല്ലം. മുഹിദ്ദീമാല 400 കൊല്ലം. അതേപോലെ ഹദ്ദാദ് 600 കൊല്ലം. നാരിയാസ്ലാത്ത് 600 കൊല്ലം. ബുർദബൈത്ത് 700 കൊല്ലം. അതൊക്കെ ഉസ്താദ് എഴുതും. അപ്പൊ അവിടെ ഇങ്ങനെ വിട്ടത് വേണ്ട 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 വേണ്ട. അപ്പൊ ഉസ്താദ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു സുന്നി മുജാഹിദും വിഷയമൊന്നല്ല, ഞാൻ തീരുമാനിച്ചത് 1400 കൊല്ലം പഴക്കമുള്ളതൊക്കെ എടുക്കുക, അതിന് ശേഷമുള്ളതൊക്കെ ഒഴിവാക്കുക തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്ന ഇഷ്ടപ്രകാരം കുത്തുബിയ്യത്ത് ഞാൻ ഒഴിവാക്കി, അത് 300 കൊല്ലേ ഉള്ളൂ. മുഹിദ്ദീമാല ഒഴിവാക്കി, അത് 400 കൊല്ലേ ആയിട്ടുള്ളൂ. ബുർദബൈത്ത് ഒഴിവാക്കി, അത് 700 ആയിട്ടുള്ളൂ. ഹദ്ദാദ് ഒഴിവാക്കി, അത് 600 ആയിട്ടുള്ളൂ. അതേപോലെ നാരിയാസ്ലാത്ത് ഒഴിവാക്കി, അതും 600 ആയിട്ടുള്ളൂ. നബിദിനാഘോഷം ഒഴിവാക്കി, അത് 800 കൊല്ലമേ ആയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ എഴുതിയത് 1400 കൊല്ലം ഏതിനൊക്കെ എഴുതിക്കണോ അതൊക്കെ ഞാൻ എടുക്കുകയാണ്. ഉസ്താദ് എന്താണ് വഹാബി ആയോ എന്ന് ചോദിക്കും. അപ്പൊ മനസ്സിലാക്കുക, അതാണ് വഹാബി, വേറെ ഒന്നുമില്ല.
ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇതാണ് വഹാബി എന്ന് പറഞ്ഞത്. ഇത് മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുന്നത് പേടിച്ചിട്ടാണ് വഹാബി പുത്തമ്പാദിയാണ്, പിഴച്ചോനാണ്, മിണ്ടാൻ പാടില്ല, സലാം ചെല്ലാൻ പാടില്ല, നാട്ടിന് ഫിത്തനയാണ്, അവസാനപ്പോ തീവ്രവാദിയാണ്. നഞ്ഞ മനുഷ്യന്മാരുടെ അടുക്കൂതല്ലോ എന്നാ ഉസ്താദ്മാരുടെ വിചാരം. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ.